ഹായ് ഫ്രണ്ട്സ്, +2 കെമിസ്ട്രിയിലെ സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോളിഡ് സ്റ്റേറ്റിലെ ആദ്യ ഭാഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി, അതിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ അവസാന പാർട്ടായിട്ടുള്ള ഡിഫെക്ട്സ് ഇൻ ക്രിസ്റ്റൽസ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഡിഫെക്ട്സ് എന്ന് പറയുമ്പം ക്രിസ്റ്റലിലുള്ള ഡിഫെക്ട്സിനെ പ്രധാനമായിട്ടും 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത് സ്റ്റോയിchiometric ഡിഫെക്ട്സ്, അതുപോലെ നോൺ സ്റ്റോയിchiometric ഡിഫെക്ട്സ്, അതുപോലെ ഇംപ്യൂരിറ്റി ഡിഫെക്ട്സ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ചുമാണ്. ഓക്കെ, എന്താണ് ഡിഫെക്റ്റ് എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പം ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ചും അമോർഫസ് സോളിഡ്സിനെ കുറിച്ചുമുള്ള ഡിഫറൻസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ഷോർട്ട് റേഞ്ച് ഓർഡറും അതുപോലെ ലോങ് റേഞ്ച് ഓർഡറും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതായത് അവർക്കൊരു പാറ്റേൺ ഉണ്ട്, ആ പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു റെഗുലർ പാറ്റേൺ ഉണ്ടെങ്കിലും ചില സമയങ്ങളിൽ ഈ ഒരു പാറ്റേണിൽ നിന്നും അവർ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ഇതിനാണ് നമ്മൾ സിംപ്ലി ഡിഫെക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ആനയോൺ ഒരു പൊസിഷൻ ഉണ്ടാവും, അതുപോലെ കാറ്റയോൺ ഒരു പൊസിഷൻ ഉണ്ടാവും. ആ പൊസിഷനിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു പൊസിഷൻ, അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു പാറ്റേൺ ഷോ ചെയ്യുമ്പോഴാണ് നമ്മൾ ഡിഫെക്ട്സ് ഉണ്ട് എന്ന് പറയുന്നത്. Although crystalline solids have short range as well as long range order in the arrangement of their constant particles, yet crystals are not perfect and can have defects. അല്ലേ? ഇനി ഈ ക്രിസ്റ്റലിലുള്ള ഡിഫെക്ട്സിനെ പ്രധാനമായിട്ട് നമ്മൾ സ്റ്റോയിchiometric ഡിഫെക്ട്സ് എന്നും നോൺ സ്റ്റോയിchiometric ഡിഫെക്ട്സ് എന്നും അതുപോലെ ഇംപ്യൂരിറ്റി ഡിഫെക്ട്സ് എന്നും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഞാനിതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറയുകയാണ്, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഓക്കെ, സ്റ്റോയിchiometric ഡിഫെക്ട്സിൽ തന്നെ ഷോർട്ട് കീ ഡിഫെക്ട്സും അതുപോലെ ഫ്രങ്കൽ ഡിഫെക്ട്സുമാണുള്ളത്. നോൺ സ്റ്റോയിchiometric ഡിഫെക്റ്റ് നമുക്ക് വീണ്ടും മെറ്റൽ എക്സസ് ഡിഫെക്ട്സ് എന്നും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫെക്ട്സ് എന്നും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഇംപ്യൂരിറ്റി ഡിഫെക്ട്സുമാണുള്ളത്. ഇത്രയുമാണ് ടോട്ടലായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിഫെക്ട്സ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും എന്താണ് സ്റ്റോയിchiometric ഡിഫെക്ട്സിൽ ഷോർട്ട് കീ ഡിഫെക്റ്റും ഫ്രങ്കൽ ഡിഫെക്റ്റുമാണുള്ളത്. The compounds in which the number of positive and negative ions are exactly in the ratio indicated by their chemical formula are called stoichiometric compounds. അപ്പോൾ ആദ്യത്തേത് സ്റ്റോയിchiometric ഡിഫെക്റ്റ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. സ്റ്റോയിchiometric ഡിഫെക്റ്റ്, സ്റ്റോയിchiometric ഡിഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോയിchiometric കോമ്പൗണ്ട്സിൽ കാണപ്പെടുന്ന ഡിഫെക്ട്സിനെയാണ് നമ്മൾ സ്റ്റോയിchiometric ഡിഫെക്ട്സ് എന്ന് പറയുന്നത്. സ്റ്റോയിchiometric കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോയിchiometric കോമ്പൗണ്ട് എന്ന് പറയുമ്പം നമ്മളിപ്പോൾ കെമിക്കൽ ഫോർമുല എഴുതുമ്പം X2Y3 അല്ലേ, ഇതൊരു കെമിക്കൽ ഫോർമുലയാണ്. ഇങ്ങനെ കെമിക്കൽ ഫോർമുല എഴുതുമ്പം അതിലുള്ള നമ്പർ ഓഫ് ആറ്റംസിൻ്റെ അത്രയും അതേ സെയിം നമ്പർ, എക്സാക്റ്റ് സിമിലർ ആയിട്ടുള്ള നമ്പറാണ് ആക്ച്വൽ കോമ്പൗണ്ടിലുള്ളതെങ്കിൽ അത്തരം കോമ്പൗണ്ട്സിനെ നമ്മൾ സ്റ്റോയിchiometric കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. എന്താണ്? ദ കോമ്പൗണ്ട്സ് ഇൻ വിച്ച് ദ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയൺസ് ആർ എക്സാക്ട്ലി ഇൻ ദ റേഷ്യോ ഇൻഡിക്കേറ്റഡ് ബൈ ദർ കെമിക്കൽ ഫോർമുല ആർ കാൾഡ് സ്റ്റോയിchiometric കോമ്പൗണ്ട്സ്. ഇനി അതിൽ നിന്ന് വ്യത്യാസം കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ സ്റ്റോയിchiometric കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്റ്റോയിchiometric ഡിഫെക്റ്റും അതുപോലെ നോൺ സ്റ്റോയിchiometric ഡിഫെക്റ്റിനെയും ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനത്തെ കോമ്പൗണ്ട്സ്, അതായത് കെമിക്കൽ ഫോർമുലയിൽ ഉള്ള നമ്പർ എത്രയാണോ, കാറ്റയോൺസിൻ്റെയും ആനയോൺസിൻ്റെയും നമ്പർ എത്രയാണോ, സെയിം നമ്പർ ഓഫ് ആനയോൺസും കാറ്റയോൺസും തന്നെയാണ് ആ കോമ്പൗണ്ടിലുള്ളതെങ്കിൽ അത്തരം കോമ്പൗണ്ട്സ് നമ്മൾ സ്റ്റോയിchiometric കോമ്പൗണ്ട്സ് എന്നാണ് പറയുക. ഈ കോമ്പൗണ്ട്സ് കാണിക്കുന്ന 2 പ്രധാനപ്പെട്ട ഡിഫെക്ട്സ് ആണ് ഷോർട്ട് കീ ഡിഫെക്റ്റും അതുപോലെ ഫ്രങ്കൽ ഡിഫെക്റ്റും. ഓക്കെ, ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എന്താണ് ഷോർട്ട് കീ ഡിഫെക്റ്റ് എന്ന് പറഞ്ഞാൽ? ഈ പിക്ചർ കണ്ടാൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും അല്ലേ. അതായത് ഇതൊരു ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്, ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറാണ്. ഇവിടെ എന്താണ് ഈ വയലറ്റ് കളറിൽ കാണിച്ചിട്ടുള്ളത് ബിഗ് അയൺസ് എന്ന് പറയുന്നത് ആനയോൺസ് ആണ് അല്ലേ. അതുപോലെ തന്നെ സ്മോൾ അയൺസ് എന്ന് പറയുന്നത് കാറ്റയോൺസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ക്രിസ്റ്റൽ മൊത്തത്തിൽ നോക്കുമ്പം ഇവിടെ ഒരു ആനയോൺ മിസ്സിംഗ് ആണ് അല്ലേ. ഞാൻ കളറൊന്ന് ചേഞ്ച് ചെയ്യാം. ഇവിടെ എന്താണ് ഒരു ആനയോൺ മിസ്സിംഗ് ആണ്, വയലറ്റ് ആയിക്കോട്ടെ അല്ലേ. ഇവിടെ ഒരു ആനയോൺ മിസ്സിംഗ് ആണ് അല്ലേ, ഇവിടെ ഒരു ആനയോൺ മിസ്സിംഗ് ആണ്. ഇനിയോ ഒരു കാറ്റയോണും മിസ്സിംഗ് ആണ് അല്ലേ, ഇവിടെ ഒരു കാറ്റയോൺ മിസ്സിംഗ് ആണ്. അപ്പോൾ സെയിം നമ്പർ ഓഫ് ആനയോൺസും അതുപോലെ കാറ്റയോൺസും ഒരു ക്രിസ്റ്റലിൽ നിന്നും മിസ്സിംഗ് ആണെങ്കിൽ അത്തരം ഡിഫെക്ട്സിനെയാണ് നമ്മൾ സിംപ്ലി ഷോർട്ട് കീ ഡിഫെക്റ്റ് എന്ന് പറയാം. അങ്ങനെ മിസ്സാവുമ്പം ചാർജ് അവിടെ ബാലൻസ്ഡ് ആവും അല്ലേ. അതായത് ഒരു മൈനസ് ചാർജ് പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്ലസ് ചാർജും പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ചാർജ് എന്തായിരിക്കും? ന്യൂട്രൽ ആയിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെന്താണ് പ്രശ്നം ഉണ്ടാവുക?
പിന്നെ ഡെൻസിറ്റി കുറയും അല്ലേ, കാരണം എന്താണ്, ഇവിടെ മാറ്റർ പോവാണ് അല്ലേ, അതുകൊണ്ട് തന്നെ അത്തരം കോമ്പൗണ്ട്സ് ഡെൻസിറ്റി കുറവായിരിക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ഈസ് ക്രിയേറ്റഡ് വെൻ സെയിം നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയൺസ് ആർ മിസ്സിംഗ് ഫ്രം ദി റെസ്പെക്റ്റീവ് പൊസിഷൻസ് ലീവിങ് ബിഹൈൻഡ് എ പെയർ ഓഫ് ഹോൾസ്. സ്വാഭാവികമായിട്ടും ആനയോൺസോ അല്ലെങ്കിൽ കാറ്റയോൺസോ ഒക്കെ പോവുകയാണെങ്കിൽ അവിടെ ഹോൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ ഹോൾസ് ലീവ് ചെയ്തിട്ട് ആനയോൺസും കാറ്റയോൺസും സെയിം നമ്പറാണ് പോകുന്നത് അല്ലേ. ഒരു കാറ്റയോൺ പോവുകയാണെങ്കിൽ ഒരു ആനയോണും പോകും, അതുപോലെ രണ്ട് കാറ്റയോണാണ് പോകുന്നതെങ്കിൽ രണ്ട് ആനയോൺ പോകുന്നുണ്ടാവും. അങ്ങനെ സെയിം നമ്പർ ഓഫ് കാറ്റയോൺസും ആനയോൺസും അവരുടെ സ്ട്രക്ചറിൽ നിന്നും ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ നിന്നും മിസ്സിംഗ് ആണെങ്കിൽ അത്തരം ഡിഫക്ട്സിനെയാണ് നമ്മൾ ഷോർട്ട് കീ ഡിഫക്ട്സ് എന്ന് പറയുക. ഷോർട്ട് കീ ഡിഫക്റ്റ് ഈസ് മോർ കോമൺ ഇൻ അയണിക് കോമ്പൗണ്ട്സ് വിത്ത് ഹൈ കോർഡിനേഷൻ നമ്പർ. ഹൈ കോർഡിനേഷൻ നമ്പറുള്ള അയണിക് കോമ്പൗണ്ട്സിലാണ് ഇത് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സൈസ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയൺസ് ആർ ഓൾമോസ്റ്റ് ഈക്വൽ. പോസിറ്റീവ് അയൺസിൻ്റെയും നെഗറ്റീവ് അയൺസിൻ്റെയും സൈസ് ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള അയണിക് കോമ്പൗണ്ട്സിലാണ് ഇത് കാണപ്പെടുന്നത്. കോർഡിനേഷൻ നമ്പർ ഹൈ ആയിട്ടുള്ള ആനയോൺസിൻ്റെയും കാറ്റയോൺസിൻ്റെയും സൈസ് ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് അയണിക് കോമ്പൗണ്ട്സിലാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് കാണപ്പെടുന്നത്. ദ പ്രസൻസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ഷോർട്ട് കീ ഡിഫക്ട്സ് ഇൻ ക്രിസ്റ്റൽ റിസൾട്ട്സ് ഇൻ സിഗ്നിഫിക്കൻറ്റ് ഡിക്രീസ് ഇൻ ഡെൻസിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഇങ്ങനെ പോവുകയാണെങ്കിൽ കാറ്റയോൺസും ആനയോൺസും ഒക്കെ മിസ്സിംഗ് ആണെങ്കിൽ മാറ്ററാണ് മിസ്സാവുന്നത് അല്ലേ, മാസ്സാണ് മിസ്സാവുന്നത്. അതുകൊണ്ട് തന്നെ അത് എന്താവും, ഒരുപാട് ഷോർട്ട് കീ ഡിഫക്റ്റ് ഒരു ക്രിസ്റ്റലിൽ കാണിക്കുകയാണെങ്കിൽ അവിടെ ഡെൻസിറ്റി കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതാണ് ഷോർട്ട് കീ ഡിഫക്റ്റ്. ഇനി രണ്ടാമത്തതാണ് ഫ്രങ്കൽ ഡിഫക്റ്റ്. സ്റ്റോയിchiometric കോമ്പൗണ്ട്സിൽ കാണപ്പെടുന്ന രണ്ടാമത്തെ ഡിഫക്റ്റാണ് ഫ്രങ്കൽ ഡിഫക്റ്റ്. ദിസ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് അറൈസസ് വെൻ ആൻ അയോൺ ലീവ്സ് ഇറ്റ്സ് അപ്രോപ്രിയേറ്റ് സൈറ്റ് ഇൻ ദി ലാറ്റിസ് ആൻഡ് ഓക്യുപ്പൈസ് ആൻ ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ്. അതായത് ലാറ്റിസിൽ നിന്ന് മൊത്തമായിട്ട് ഇവർ പോകുന്നില്ല. എന്താ ചെയ്യുന്നത്, ഇവിടെ ഇപ്പോൾ പിക്ചറിൽ കണ്ടതുപോലെ ഇവിടെ ഒരു അയൺ ഉണ്ടായിരുന്നു അല്ലേ, ഈ അയൺ എന്തായി, ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ് ആയിട്ടുള്ള ഇങ്ങോട്ട് മാറി അല്ലേ, ഇവിടുന്ന് ഇങ്ങോട്ട് മാറി, സൈറ്റ് ജസ്റ്റ് മാറി അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ് എന്നാണ് പറയുക. ആനയോൺസിൻ്റെയും കാറ്റയോൺസിൻ്റെയും റെഗുലർ അറേഞ്ച്മെൻറ്റിൻ്റെ ഇടയിലുള്ള സ്പേസസ് നമ്മൾ ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ആയിരുന്നു ഇതിൻ്റെ പൊസിഷൻ അല്ലേ. ഈ പൊസിഷനിൽ നിന്നും എന്ത് ചെയ്തു, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ക്രിസ്റ്റൽ, ഡിഫക്റ്റ് ഇല്ലാത്ത ക്രിസ്റ്റലാണിത്. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്തു, ഈ ഒരു പൊസിഷനിൽ ഉണ്ടായിരുന്ന അയൺ ഇങ്ങോട്ട് ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് മാറി അല്ലേ. ഇതിനെയാണ് നമ്മൾ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, അയൺ ലീവ്സ് ഇറ്റ്സ് അപ്രോപ്രിയേറ്റ് സൈറ്റിൽ നിന്നും മാറിയിട്ട് ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് പോയി. ഫ്രങ്കൽ ഡിഫക്ട്സ് ആർ കോമൺ ഇൻ അയണിക് കോമ്പൗണ്ട്സ് വിച്ച് ഹാവ് ലോ കോർഡിനേഷൻ നമ്പർ ആൻഡ് ഇൻ വിച്ച് ദർ ഇസ് ലാർജ് ഡിഫറൻസ് ഇൻ സൈസ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയൺ. നമ്മൾ നേരത്തെ ഷോർട്ട് കീ ഡിഫക്റ്റ് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അയണിക് കോമ്പൗണ്ട്സിലാണ് ഫ്രങ്കൽ ഡിഫക്റ്റ് കാണപ്പെടുന്നത്. അതായത് അവിടെ നമ്മൾ പറഞ്ഞത് ഹൈ കോർഡിനേഷൻ നമ്പറുള്ള അയണിക് കോമ്പൗണ്ട്സിലാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്നത്. ഫ്രങ്കൽ ഡിഫക്റ്റ് എന്താണ്, പിന്നെ കോർഡിനേഷൻ നമ്പർ ലോ ആയിട്ടുള്ള അയണിക് കോമ്പൗണ്ട്സിലാണ് കാണിക്കുന്നത്. മാത്രമല്ല എന്താണ്, ഇവിടെ അയേൺസ് തമ്മിലുള്ള, അതായത് ആനയോൺസും കാറ്റയോൺസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, സൈസിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും. അത്തരം കോമ്പൗണ്ട്സിലാണ് ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നത്. ഇനി അടുത്ത ഒരു ഡിഫക്റ്റാണ്. അപ്പോൾ അതാണ് സ്റ്റോയിchiometric ഡിഫക്ട്സ് അല്ലേ, അതായത് ഷോർട്ട് കീ ഡിഫക്റ്റും അതുപോലെ ഫ്രങ്കൽ ഡിഫക്റ്റും. ഇനി മൂന്നാമത്തെ ഒരു ഡിഫക്റ്റാണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്, ഇവിടെ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. അതായത് NaClൻ്റെ ഒരു ലാറ്റിസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അല്ലേ. NaClൻ്റെ ഒരു ലാറ്റിസാണ്. ശരിക്കും ഇവിടെയും ഒരു NaCl ഉണ്ടാകണമായിരുന്നു അല്ലേ. അതായത് ഈ ഒരു സൈറ്റിലും ഒരു Na+ഉം അതുപോലെ ഈ ഒരു സൈറ്റിലും Na+ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറിയിട്ട് ആ രണ്ട് Na+ഉം പോയിട്ട് ഒരു സൈറ്റിൽ എന്തായി, Sr2+ കയറി ഒരു സൈറ്റ് വേക്കൻറ്റ് സൈറ്റായിട്ട് നിലനിന്നു അല്ലേ. അപ്പോൾ ഇവിടെ ചാർജ് നമ്മൾ നോക്കുമ്പം Na+, ഈ രണ്ട് Na+നും കൂടിയിട്ട് 2+ ചാർജാണ് ഉണ്ടായിരുന്നത്. അത് Sr2+ വന്നപ്പോൾ 2+ ചാർജ് നിലനിന്നു. പക്ഷെ ഇവിടെ എന്തായി, ഒരു വേക്കൻറ്റ് സൈറ്റ് ഉണ്ടായി അല്ലേ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, if molten NaCl containing some amount of SrCl2 is crystallized, some of the sites of Na+ ions are occupied by Sr2+. മോൾട്ടൺ NaCl നമ്മൾ ക്രിസ്റ്റലൈസ് ചെയ്യാണ്, അതിലെന്തുണ്ട്, ഇംപ്യൂരിറ്റി ആയിട്ട് നമ്മുടെ Sr2+ ഉണ്ട്. അത്തരം NaClനെ മോൾട്ടൺ NaCl നമ്മൾ ക്രിസ്റ്റലൈസ് ചെയ്യുമ്പം ചില സൈറ്റ് Na+ന് പകരം ആര് ഒക്യുപ്പൈ ചെയ്യും, Sr2+ ഒക്യുപ്പൈ ചെയ്യും.
ഈച്ച് SR2 പ്ലസ് റീപ്ലേസസ് 2 Na പ്ലസ് അയൺസ്. ഒരു SR2 പ്ലസ് വരുമ്പം അവിടുന്ന് എന്ത് ചെയ്യും, 2 Na പ്ലസ് അയൺസ് പോകും അല്ലേ. It occupies the site of one iron and the other site remains vacant. Cationic vacancies thus produced are equal in number to that of SR2 plus iron. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വാക്കൻ്റ് സൈറ്റിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്ര SR2 പ്ലസ് ആണോ കയറി വന്നിട്ടുള്ളത് അതിന് ഈക്വൽ ആയിട്ടുള്ള നമ്പർ ഓഫ് വാക്കൻ്റ് സൈറ്റ്സ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക അല്ലേ. കാരണം ഒരു SR2 പ്ലസ് വരുമ്പം 2 Na പ്ലസ് പോകുന്നുണ്ട്, അതിൽ ഒരു Na പ്ലസിൻ്റെ സ്ഥലത്ത് SR2 പ്ലസ് കയറിയിരിക്കും, എന്നിട്ട് ചാർജ് ക്യാൻസൽ ചെയ്ത് പോവും, അല്ലെങ്കിൽ ചാർജ് എന്താണ് ന്യൂട്രലായിട്ട് തന്നെ നിലനിൽക്കും അല്ലേ. പിന്നെ എന്താണ്, ഒരു സൈറ്റ് വാക്കൻ്റ് ആയിട്ട് നിലനിൽക്കും. അപ്പോൾ വാക്കൻ്റ് സൈറ്റ്സ് ഇൻ ഇമ്പ്യൂരിറ്റി ഡിഫെക്ട്സ് എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കും, SR2 പ്ലസിൻ്റെ നമ്പറിന് ഈക്വൽ ആയിരിക്കും. ഇത്തരം ഡിഫെക്ട്സിനെ നമ്മൾ ഇമ്പ്യൂരിറ്റി ഡിഫെക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോൺ സ്റ്റോയിച്ചിയോമെട്രിക് കോമ്പൗണ്ട്സ് ആണ്. നോൺ സ്റ്റോയിച്ചിയോമെട്രിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട്സ് ഇൻ വിച്ച് the ratio of positive and negative ions present in the compound differs from that required by ideal formula of the compound. Such compounds are called non-stoichiometric compound. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ X2Y3 എന്നോ അല്ലെങ്കിൽ Y2Z1 എന്നോ ഇങ്ങനെയൊക്കെയുള്ള ഒരു എന്തുണ്ടാവും, ഒരു ഫോർമുല ഉണ്ടാവും, കെമിക്കൽ ഫോർമുല ഉണ്ടാവും അല്ലേ. ഇവിടെ ഇതിൻ്റെ മീനിങ് എന്താണ്, Y 2 ഉണ്ട്, അതുപോലെ Z 1 ഉള്ളത് അല്ലേ, അതുപോലെ X 2 ഉണ്ട്, Y 3 ഉള്ളത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ആക്ച്വൽ കോമ്പൗണ്ടിലുള്ള അയേൺസിൻ്റെ എണ്ണമെങ്കിൽ അത്തരം കോമ്പൗണ്ട്സിനെ നമ്മൾ നോൺ സ്റ്റോയിച്ചിയോമെട്രിക് കോമ്പൗണ്ട്സ് എന്ന് പറയും. അപ്പോൾ ഈ കോമ്പൗണ്ട്സ് കാണിക്കുന്ന ഡിഫെക്ട്സിനെയാണ് നമ്മൾ നോൺ സ്റ്റോയിച്ചിയോമെട്രിക് ഡിഫെക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ഡിഫെക്റ്റാണ് മെറ്റൽ എക്സസ് ഡിഫെക്റ്റ്. മെറ്റൽ എക്സസ് ഡിഫെക്റ്റ് ഡ്യൂ ടു ആനയോൺ വാക്കൻസീസ്. മെറ്റൽ എക്സസ് ഡിഫെക്റ്റ് എന്ന് പറയുമ്പം കാറ്റയോണ് കൂടുതലായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ, കാറ്റയോൺ കൂടുതലായിരിക്കും ഉണ്ടായിരിക്കുക. എ കോമ്പൗണ്ട് മേ ഹാവ് എക്സസ് മെറ്റൽ അയൺസ് ഇഫ് എ നെഗറ്റീവ് അയൺ ഈസ് ആബ്സെൻറ്റ് ഇൻ ഇറ്റ്സ് ലാറ്റിസ് സൈറ്റ് ലീവിങ് എ ഹോൾ വിച്ച് ഈസ് ഓക്യുപ്പൈഡ് ബൈ ഇലക്ട്രോൺസ് ടു മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. ഇവിടെ പിക്ചറിൽ നോക്കി നോക്കൂ, ഇവിടെ എന്താണ്, ഒരു പോസിറ്റീവ് ചാർജ് മിസ്സിംഗ് ആണ് അല്ലേ, സോറി നെഗറ്റീവ് ചാർജ് ആനയോൺ ഇവിടെ മിസ്സിംഗ് ആണ്. ആനയോൺ മിസ്സിംഗ് ആണ്, അപ്പോൾ ആ ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോൺ അവിടെ കയറിയിരുന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ചാർജ് എന്താണ്, ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എന്താണ്, ബാലൻസ് ചെയ്യും. പക്ഷേ ഇവിടെ കാറ്റയോൺ മിസ്സിംഗ് ആണ്, സോറി ആനയോൺ മിസ്സിംഗ് ആണ്. അപ്പോൾ ആനയോൺ മിസ്സിംഗ് ആയതുകൊണ്ട് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് കാറ്റയോൺസും ടോട്ടൽ നമ്പർ ഓഫ് ആനയോൺസും എന്താണ് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കാറ്റയോൺസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക അല്ലേ. അത് കാറ്റയോൺ കൂടുതൽ വന്നുകൊണ്ടല്ല, പിന്നെ എന്തുകൊണ്ടാണ്, ആനയോൺ പോയതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെറ്റൽ എക്സസ് ഡിഫെക്റ്റ് ഡ്യൂ ടു ആനയോൺ വാക്കൻസീസ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ഈ ഇലക്ട്രോൺസ് വന്നിട്ട് ഈ ആനയോൺസിൻ്റെ സൈറ്റിൽ കയറി നിൽക്കും. ഈ ഒരു സൈറ്റ് നമ്മൾ എഫ് സെൻറ്റേഴ്സ് എന്നാണ് വിളിക്കുക. എന്താ പറയുക, എഫ് സെൻറ്റേഴ്സ് എന്നാണ് പറയുക. ആൻഡ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ കളർ ഓഫ് ദി കോമ്പൗണ്ട്. ഈ എഫ് സെൻറ്റേഴ്സ് ആണ് കോമ്പൗണ്ടിന് കളർ കൊടുക്കാനുള്ള കാരണം. അപ്പോൾ ഇലക്ട്രോൺസ് ആനയോൺസ് പോകുമ്പം ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ സൈറ്റിൽ ഇലക്ട്രോൺസ് വന്ന് ഒക്യുപ്പൈ ചെയ്യും. അങ്ങനെ ഇലക്ട്രോൺസ് വന്ന് ഒക്യുപ്പൈ ചെയ്യുന്ന ആ സൈറ്റ് നമ്മൾ എഫ് സെൻറ്റേഴ്സ് എന്നാണ് വിളിക്കുക. അതാണ് ഈ കോമ്പൗണ്ടിന്, എഫ് സെൻറ്റേഴ്സ് ആണ് കോമ്പൗണ്ടിന് കളർ കൊടുക്കാനുള്ള ഒരു കാരണം അല്ലേ. ഇനി എഫ് സെൻറ്റേഴ്സ് ആണ് ഈ കോമ്പൗണ്ടിന് കളർ ഇമ്പാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി മെറ്റൽ എക്സസ് ഡിഫെക്റ്റ് ഡ്യൂ ടു ഇൻ്റർസ്റ്റീഷ്യൽ കാറ്റയോൺസ്. അപ്പോൾ ഒന്നുകിൽ ആനയോൺ പോകുന്നത് കൊണ്ട് എന്താവാം മെറ്റൽ എക്സസ് ഡിഫെക്റ്റ് കാണിക്കാം, അല്ലെങ്കിൽ കാറ്റയോൺ എക്സ്ട്രാ കാറ്റയോൺ വരുന്നത് കൊണ്ടും മെറ്റൽ എക്സസ് ഡിഫെക്റ്റ് കാണിക്കാം അല്ലേ. ഇപ്പോൾ ഇവിടെ A+B- എന്നുള്ള ഒരു സൈറ്റാണ്, അയൺസ് ഉള്ള സൈറ്റാണ്. അതിൽ A+ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ കാറ്റയോൺ എന്ത് ചെയ്തു വന്നു അല്ലേ. അപ്പോൾ മെറ്റൽ എക്സസ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ, ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് എക്സ്ട്രാ കാറ്റയോൺ വന്നതുകൊണ്ടാണ് ഇവിടെ മെറ്റൽ എക്സസ് ഡിഫെക്റ്റ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, A+ എന്ന് പറയുന്ന ഒരു കാറ്റയോൺ വന്നു, അതിൻ്റെ ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോൺ ഇവിടെ ഉണ്ട് അല്ലേ. ഈ ഇലക്ട്രോൺ ഇതിൻ്റെ ചാർജ് എന്ത് ചെയ്യും, ബാലൻസ് ചെയ്ത് പോകും. ഇറ്റ് മേ ഒക്കർ ഇഫ് ആൻ എക്സ്ട്രാ പോസിറ്റീവ് അയൺ ഇസ് പ്രസൻറ്റ് ഇൻ ദ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റ്. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഇസ് മെയിൻറ്റെയിൻഡ് ബൈ ദി പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദി ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റ്. ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റിലുള്ള ഇലക്ട്രോണ് ഈ A+ എന്ന് പറയുന്ന കാറ്റയോണിൻ്റെ ചാർജ് എന്ത് ചെയ്യും, ബാലൻസ് ചെയ്യും. ദിസ് ടൈപ്പ് ഓഫ് ഡിഫെക്റ്റ് ഈസ് എക്സിബിറ്റഡ് ബൈ ദ ക്രിസ്റ്റൽസ് വിച്ച് ആർ ലൈക്ലി ടു എക്സിബിറ്റ് ഫ്രങ്കൽ ഡിഫെക്റ്റ്. ഓക്കെ, ഫ്രങ്കൽ ഡിഫെക്റ്റ് കാണിക്കുന്ന ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണ് സാധാരണയായിട്ട് എന്ത് കാണിക്കുക, മെറ്റൽ എക്സസ് ഡിഫെക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ ഇൻ്റർസ്റ്റീഷ്യൽ കാറ്റയോൺ. ഈ ഡിഫെക്റ്റ് കാണിക്കുക അല്ലേ.
ഓക്കെ, ഇനി അടുത്തത് എന്താണ്? രണ്ട് മെറ്റൽ എക്സസ് ഡിഫക്റ്റും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് രണ്ടെണ്ണം അല്ലേ. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ ആനയോൺസ്. ഒന്നുകിൽ എക്സ്ട്രാ ആനയോൺ വന്നാൽ മെറ്റൽ ഡെഫിഷ്യൻ്റ് ആവാം, അല്ലെങ്കിൽ കാറ്റയോൺ പോയാൽ എന്താവാം? മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് കാണിക്കാം അല്ലേ. ദിസ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ഇൻവോൾവ്സ് എ പ്രസൻസ് ഓഫ് ആൻ എക്സ്ട്രാ ആനയോൺ ഇൻ ആൻ ഇൻഡസ്ട്രീഷ്യൽ പൊസിഷൻ. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഇസ് മെയിൻറ്റൈൻഡ് ബൈ എക്സ്ട്രാ ചാർജ് ഓൺ എ കാറ്റയോൺ. അപ്പോൾ ഇവിടെ എന്താണ്? മെറ്റൽ ഡെഫിഷ്യൻസി അല്ലേ, അതായത് എക്സ്ട്രാ ആനയോൺ ആണ് വരുന്നത് അല്ലേ. എക്സ്ട്രാ ആനയോൺ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാറ്റയോൺ +1 ആണെങ്കിൽ അത് +2 ചാർജായി മാറും അല്ലേ. അതായത് കാറ്റയോണിൻ്റെ ചാർജ് എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുക. എക്സ്ട്രാ കാറ്റയോണിന് എക്സ്ട്രാ ചാർജ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ എക്സ്ട്രാ ചാർജ് കാറ്റയോൺ അക്വയർ ചെയ്തിട്ട് അതുവഴിയാണ് എന്ത് ചെയ്യുക? ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഓൺ എ കാറ്റയോൺ ആണ് an extra charge on a cation. Okay, since anions are usually large in size, it is improper to expect them to fit into the interstitial site. Hence no example of crystals possessing this defect is known at present. അതായത് സാധാരണ ഇപ്പോൾ നമ്മൾ തിയററ്റിക്കലി ഇത് പറയുന്നുണ്ടെങ്കിലും ഇൻഡർസ്റ്റീഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത് ചെറിയ സൈറ്റാണ്. അവിടെ ആനയോൺസ് വന്ന് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണ്. കാരണം ആനയോൺസ് സാധാരണയായിട്ട് വലിയ സ്ട്രക്ചേഴ്സ് ആയിരിക്കും അവർക്കുണ്ട്, വലിയ സൈസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ വലിയ സൈസുള്ള ആനയോൺസ് ഈ ഇൻഡർസ്റ്റീഷ്യൽ സൈറ്റിൽ വന്നിട്ട് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് എക്സാമ്പിൾസ് നമുക്ക് ഇതുവരെ നമ്മളെ കയ്യിൽ ഇല്ല. അതായത് മെറ്റൽ ഡെഫിഷ്യൻസി ഡ്യൂ ടു എക്സ്ട്രാ അനയോൺസ് വന്നിട്ട് മെറ്റൽ ഡെഫിഷ്യൻസി കാണിക്കുന്ന ടൈപ്പ് ഓഫ് ഡിഫക്റ്റിന്. Defect in crystals are utilized for useful purposes, that is in semiconductors, catalysis and corrosion phenomenon. ഇത്തരം ഡിഫക്ട്സ്, ക്രിസ്റ്റൽസിലുള്ള ഡിഫക്ട്സ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഏരിയാസാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിലും അതുപോലെ കാറ്റലിസിസിൻ്റെ കേസിലും കൊറോഷൻ്റെ കേസിലൊക്കെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി അടുത്തത് എന്താണ്? മെറ്റൽ ഡെഫിഷ്യൻസി ഡ്യൂ ടു കാറ്റയോൺ വാക്കൻസീസ്. കാറ്റയോൺ പോയിട്ട് എന്ത് ചെയ്യുക? മെറ്റൽ ഡെഫിഷ്യൻസി അല്ലേ. ഇൻ ദിസ് ടൈപ്പ് എ പോസിറ്റീവ് അയൺ ഈസ് മിസ്സിംഗ് ഫ്രം ഇറ്റ്സ് ലാറ്റിസ് സൈറ്റ് ആൻഡ് ദ ചാർജ് ഇസ് ബാലൻസ്ഡ് ബൈ ദി ഓക്സിഡേഷൻ ഓഫ് സം കാറ്റയോൺസ് ടു ഹയർ വാലൻസി സ്റ്റേറ്റ് ആൻഡ് നോട്ട് ബൈ ഗെയിൻ ഓഫ് പോസിറ്റീവ് അയൺസ്. ദസ് ദ ലാറ്റിസ് റിമെയിൻ ഡെഫിഷ്യൻ്റ് ഓഫ് മെറ്റൽ ആറ്റംസ്. അതായത് കാറ്റയോൺ പോവാണ് ചെയ്യുന്നത് അല്ലേ. കാറ്റയോൺ വാക്കൻസി ക്രിയേറ്റ് ചെയ്യാൻ കാറ്റയോൺ പോവാണ് ചെയ്യുന്നത്. കാറ്റയോൺ പോകുന്നത് കൊണ്ട് കാറ്റയോൺ മെറ്റൽ ഡെഫിഷ്യൻസി ഉണ്ടാകും. ആ ഡെഫിഷ്യൻസി അവിടെ ഉണ്ടാകുന്ന ചാർജ് അതായത് പോസിറ്റീവ് ചാർജ് കുറവായിരിക്കും അല്ലേ. അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? അടുത്തുള്ള അയേൺസ് എന്താണ്? ഓക്സിഡേഷൻ നടന്നിട്ട് അവരുടെ പോസിറ്റീവ് ചാർജ് കൂട്ടുകയാണ് ചെയ്യുക. അങ്ങനെയാണ് അവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എക്സാമ്പിൾസും അതിന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഡിഫക്ട്സ് എന്ന് പറയുന്നത്. അതിൽ സ്റ്റോയിchiometric ഡിഫക്ട്സ്, ഇംപ്യൂരിറ്റി ഡിഫക്ട്സ്, അതുപോലെ തന്നെ നോൺ സ്റ്റോയിchiometric ഡിഫക്റ്റ്. സ്റ്റോയിchiometric ഡിഫക്റ്റിൽ ആരൊക്കെയാണുള്ളത്? ഷോർട്ട് കീ ഡിഫക്റ്റും അതുപോലെ ഫ്രങ്കൽ ഡിഫക്റ്റും. ഇംപ്യൂരിറ്റി ഡിഫക്റ്റിന് എക്സാമ്പിളാണ് നമ്മൾ NaClൻ്റെ കേസ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. മോൾട്ടൺ NaCl നമ്മൾ ക്രിസ്റ്റലൈസ് ചെയ്യുമ്പം SR2+ അവിടെ കയറി വരും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ നോൺ സ്റ്റോയിchiometric ഡിഫക്റ്റ് ആണ് പിന്നീടുള്ളത്. അതിൽ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഉണ്ട്, അതുപോലെ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഉണ്ട്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഡിഫക്ട്സ് ഇൻ ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സോളിഡ്സിൻ്റെ ചില പ്രോപ്പർട്ടീസ്, നമ്മൾ അവസാന ഭാഗത്തിലാണുള്ളത് സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററിൻ്റെ. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഇലക്ട്രിക് പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലേ. ഇലക്ട്രിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പം ഒന്നുകിൽ എന്താവാം? നമ്മളെടുക്കുന്ന കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ കണ്ടക്ടേഴ്സ് ആവാം, ഒന്നുകിൽ സോളിഡ്സ് എന്താവാം? കണ്ടക്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് ആവാം അല്ലേ. കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റിയെ കൂളായിട്ട് പാസ് ചെയ്യാൻ പറ്റുന്നവർ അല്ലേ, അവരെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുക. അല്ലെങ്കിൽ നമ്മൾ കണ്ടക്ടിവിറ്റിൻ്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ എന്താണ്? 10⁻⁷ കണ്ടക്ടിവിറ്റിയുള്ള സോളിഡ്സിനെ നമ്മൾ എന്താണ്? കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇനി കണ്ടക്ടിവിറ്റി 10⁻⁻20ൻ്റെയും 10⁻⁻10ൻ്റെയും ഇടയിലാണെങ്കിൽ, വളരെ ലോ ആണെങ്കിൽ, അത്തരം സോളിഡ്സിനെ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയാം. ഇവർ സാധാരണ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല അല്ലേ, അതിനെ റെസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ളതിന്, അതായത് 10⁻⁷ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അതുപോലെ ഇവിടെ 10⁻⁻10 to 10⁻⁻20 ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ളതിനെ നമ്മൾ, അതായത് 10⁻⁻6 to 10⁻⁴ കണ്ടക്ടിവിറ്റി ഉള്ള അത്തരം സോളിഡ്സിനെ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയാം. അവർ ഇവരുടെ രണ്ടിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും കാണിക്കുക.
കൂടുതലായിട്ട് നമ്മൾ ഫിസിക്സിൽ നന്നായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ ഫിസിക്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, സോളിഡ്സിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. സോളിഡ്സ് നമുക്കറിയാം പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക് എന്നീ രണ്ട് നേച്ചർ നമ്മൾ ആദ്യം തന്നെ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ പുതിയ 3 നേച്ചേഴ്സാണ് ഫെറോ മാഗ്നറ്റിക്കും അതുപോലെ ആൻറ്റി ഫെറോ മാഗ്നറ്റിക്കും ഫെറി മാഗ്നറ്റിക്കും അല്ലേ. എന്തായാലും ഈ 5 മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് പാരാമാഗ്നറ്റിസം ആണ്. പാരാമാഗ്നറ്റിസം നമുക്കറിയാം എന്താണ്, അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലേ. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ള കോമ്പൗണ്ട്സ് ആണ് ഇത് കാണിക്കുന്നത്. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ള സ്പീഷീസ്, അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവരെന്താണ് ചെയ്യുക, ഇവർ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് അട്രാക്റ്റഡ് ആയിരിക്കും. Paramagnetic substances are weakly attracted by a magnetic field. They are magnetized in a magnetic field in the same direction. അവർ അട്രാക്റ്റഡ് ആവും. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൽ ഇവരെ പ്ലേസ് ചെയ്താൽ അവരുടെ മാഗ്നറ്റൈസേഷൻ നടക്കുന്നത്, അതിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റൈസേഷൻ നടക്കുന്നത് പുറത്തെ മാഗ്നറ്റിക് ഫീൽഡിന് സിമിലർ ആയിട്ടായിരിക്കും. ദേ ലോസ് ദർ മാഗ്നറ്റിസം ഇൻ ദി ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ പുറത്ത് കൊടുത്തിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് എടുത്തു കളഞ്ഞാൽ അവരുടെ മാഗ്നറ്റിക് ബിഹേവിയർ അവർ ലോസ് ചെയ്യും. Paramagnetism is due to presence of one or more unpaired electrons which are attracted by the magnetic field. എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ള സ്പീഷീസ് ആണ് എന്ത്, അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ള സ്പീഷീസ് ആണ് പാരാമാഗ്നറ്റിക് ആയിട്ട് ആക്ട് ചെയ്യുക. അവർ വീക്കിലി റിപ്പൽഡ് ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും അല്ലേ. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡയാമാഗ്നറ്റിസം. നമ്മളിതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഡയാമാഗ്നറ്റിസം എന്ന് പറയുമ്പം എന്താണ്, റിപ്പൽഡ് ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതുപോലെ തന്നെ നോ അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് അല്ലേ. 2 പോയിന്റ്സ് ആണ് കാര്യമായിട്ട് നമുക്ക് ഓർത്തിരിക്കാനുള്ളത്. റിപ്പൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതുപോലെ തന്നെ എന്താണ്, നോ അൺപെയർഡ് ഇലക്ട്രോൺസ്, അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവില്ല അല്ലേ. ഇത്തരം സ്പീഷീസ് ആണ് എന്ത് കാണിക്കുക, ഡയാമാഗ്നറ്റിക് ക്യാരക്ടർ കാണിക്കുക. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആർ വീക്ക്ലി റിപ്പൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. H2O, NaCl and C6H6 are some examples of such substances. They are weakly magnetized in a magnetic field in the opposite direction. അതായത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവരുടെ കേസിൽ എന്തുണ്ടാവുക, മാഗ്നറ്റൈസേഷൻ സംഭവിക്കുക. പാരാമാഗ്നറ്റിക് ആണെങ്കിൽ ഈക്വൽ ആയിട്ടാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ സെയിം ഡയറക്ഷനിലാണ് മാഗ്നറ്റൈസേഷൻ കാണിക്കുക. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിലാണെങ്കിൽ നമ്മൾ പുറമെ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവിടെ മാഗ്നറ്റൈസേഷൻ ഉണ്ടാവുക. ഡയാമാഗ്നറ്റിസം ഈസ് ഷോൺ ബൈ ദോസ് സബ്സ്റ്റൻസസ് ഇൻ വിച്ച് all electrons are paired and there are no unpaired electrons. Pairing of electrons cancels their magnetic moments and they lose their magnetic character. അതായത് ഇലക്ട്രോൺസ് പെയർ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അതുകൊണ്ട് തന്നെ അവരുടെ എന്താണ്, മാഗ്നറ്റിക് മൊമെൻറ്റ്സ് പരസ്പരം ക്യാൻസൽ ചെയ്ത് പോവുകയാണ് ചെയ്യുക അല്ലേ. ഓക്കെ, ഇനി അടുത്ത എന്താണ്, ഫെറോ മാഗ്നറ്റിസം. 3 പുതിയ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസാണ് നമ്മൾ പഠിക്കുന്നത്. ഫെറോ മാഗ്നറ്റിസം, ആൻറ്റി ഫെറോ മാഗ്നറ്റിസം ആൻഡ് ഫെറി മാഗ്നറ്റിസം. നമുക്കറിയാം മെറ്റൽസിൻ്റെ കേസിൽ നമ്മൾ മെറ്റൽസിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അവിടെ കേണൽസ്, പോസിറ്റീവ് കേണൽസും ഇലക്ട്രോൺസും ആണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ്, അതായത് പോസിറ്റീവ് മെറ്റൽ അയൺസും അതുപോലെ ഇലക്ട്രോൺസുമാണ് ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മാഗ്നറ്റിക് മൊമെൻറ്റ് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇവർ കാരണമായിട്ട് ഒരു മാഗ്നറ്റിക് അലൈൻമെൻറ്റ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ചാർജസ് എങ്ങനെയാണ് അലൈൻ ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ ഉണ്ടാകുന്ന അവർ കാണിക്കുന്ന മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇവരെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഫെറോ മാഗ്നറ്റിസത്തിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ എക്സ്റ്റേണലായിട്ട് ഫോഴ്സ് കൊടുക്കുമ്പം ഇവർ സെയിം അലൈൻമെൻ്റ് ആണ് കാണിക്കുക. അതായത് എല്ലാവരും കാണിക്കുന്ന മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ഡയറക്ഷനിലായിരിക്കും ഇവരുടെ മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാവുക. അതായത് ഇപ്പോൾ എല്ലാവരും ഇവിടെ എന്താണ്, പോസിറ്റീവ് ഒരു ഭാഗത്തും നെഗറ്റീവ് ഒരു ഭാഗം. അപ്പോൾ നെറ്റായിട്ട് നമുക്ക് പോസിറ്റീവ് ഈ ഭാഗത്തും നെഗറ്റീവ് ഈ ഭാഗത്തും കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് നെറ്റായിട്ടുള്ള ഒരു മാഗ്നറ്റിക് മൊമെൻറ്റ് കിട്ടും. അത് സ്ട്രോങ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അല്ലേ, കാരണം എല്ലാവരും ഒരേ അലൈൻമെൻ്റ് ആണ് കാണിക്കുന്നത്. ഇത്തരം സബ്സ്റ്റൻസിനെ നമ്മൾ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന് പറയാം. വെൻ സബ്സ്റ്റൻസസ് ഷോ പെർമനൻറ്റ് മാഗ്നറ്റിസം ഈവൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്, ദിസ് ഫിനോമിനൺ ഈസ് കാൾഡ് ഫെറോ മാഗ്നറ്റിസം. സച്ച് സബ്സ്റ്റൻസസ് ആർ കാൾഡ് ആസ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. അതായത് നമ്മളിപ്പോൾ ഫോഴ്സ് കൊടുത്തിട്ട് ആ ഫോഴ്സ് എടുത്ത് കളയാണെങ്കിലും പിന്നെയും കുറച്ച് സമയത്തേക്ക് എന്തുണ്ടാവും, ഇവർ ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നിലനിർത്തും. ദിസ് ടൈപ്പ് ഓഫ് മാഗ്നറ്റിസം അറൈസ് ഡ്യൂ ടു സ്പോണ്ടേനിയസ് അലൈൻമെൻറ്റ് ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഡ്യൂ ടു അൺപെയർഡ് ഇലക്ട്രോൺസ് ഇൻ ദി സെയിം ഡയറക്ഷൻ. അതായത് എല്ലാ മാഗ്നറ്റിക് മൊമെൻറ്റ്സും സെയിം ഡയറക്ഷനിലായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇവർ കാണിക്കുന്നത്.
ഇനി അടുത്തതാണ് ആൻറ്റി ഫെറോ മാഗ്നറ്റിസം. ആൻറ്റി ഫെറോ മാഗ്നറ്റിസം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് ഇവിടെയുള്ള മാഗ്നറ്റിക് മൊമെൻറ്റ്സ് അലൈൻ ചെയ്യുന്നത്, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് അലൈൻ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ പരസ്പരം ക്യാൻസൽ ചെയ്തിട്ട് പോകും. ഇവരുടെ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് പരസ്പരം ക്യാൻസൽ ചെയ്തു പോകും. നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇവരെന്താണ്, അട്രാക്ഷൻ കാണിക്കൂല അല്ലേ, റിപ്പൾഷൻ ആയിരിക്കും കാണിക്കുക. സബ്സ്റ്റൻസസ് വിച്ച് ആർ എക്സ്പെക്റ്റഡ് ടു പോസസ് പാരാമാഗ്നറ്റിസം or ferromagnetism on the basis of unpaired electrons, but actually they possess 0 net magnetic moment അല്ലേ, 0 net magnetic moment ആണ് ഉണ്ടാവുക. അവരെയാണ് നമ്മൾ ആൻറ്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന് പറയാം. ഓക്കെ, ആൻറ്റി ഫെറോമാഗ്നറ്റിസം ഇസ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമ്മൾ കൊടുക്കുകയാണെങ്കിലും എന്താണ്, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിലും അവിടെ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഉണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്, അതായത് കേണൽസും ഇലക്ട്രോൺസൊക്കെ കാരണമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു കേണൽസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ട് അല്ലേ, ഇവർ കാരണമായിട്ടുണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ഒരു ദിശയിലേക്കാണെങ്കിൽ മറ്റത് അതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലേക്കാണ്. അപ്പോൾ അവർ രണ്ട് മാഗ്നറ്റിക് മൊമെൻറ്റ്സും ക്യാൻസൽ ചെയ്ത് പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഇത്തരം സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ആൻറ്റി ഫെറോ മാഗ്നറ്റിസം എന്ന് പറയുക. ഇനി ഇത് പൂർണ്ണമായിട്ട് ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല എങ്കിൽ, അതായത് ഇപ്പം 3 ഈ ഒരു ഡയറക്ഷനിലാണുള്ളത്, 2 ഈ ഒരു ഡയറക്ഷനിലാണുള്ളത്, അപ്പം 1 നെറ്റായിട്ട് ഈ ഡയറക്ഷനിൽ ഉണ്ടാവും അല്ലേ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് മാഗ്നറ്റിക് മൊമെൻറ്റ്സ് കൂടുതൽ ഈ ഡയറക്ഷനിലാണുള്ളത്, കുറച്ചെന്താണ് ഈ ഡയറക്ഷനിലുണ്ട്. അപ്പം ഈ ഡയറക്ഷനിലുള്ള ഈക്വൽ നമ്പർ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ കുറച്ച് ഈ ഡയറക്ഷനിൽ ബാക്കി ഉണ്ടാവും അല്ലേ. അതാണ് ഇവിടെ ഉള്ള കേസ് എന്ന് പറയുന്നത്, ഫെറി മാഗ്നറ്റിസത്തിലുള്ള കേസ് എന്ന് പറയുന്നത്. ഞാൻ സിമ്പിളായിട്ട് വളരെ ചുരുക്കി പറഞ്ഞുതരാണ്. അതായത് അവിടെ നെറ്റ് മാഗ്നറ്റിക് മൊമെൻ്റ് എന്താവില്ല, സ്ട്രോങ് ആവില്ല, അതുപോലെ തന്നെ 0യും ആവില്ല. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു എമൗണ്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. അത്തരം സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഫെറി മാഗ്നറ്റിസം എന്ന് പറയുന്നത്. സബ്സ്റ്റൻസസ് വിച്ച് ആർ എക്സ്പെക്റ്റഡ് ടു പൊസസ് ലാർജ് മാഗ്നറ്റിസം ഓൺ ദ ബേസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ബട്ട് ആക്ച്വലി ഹാവ് സ്മോൾ മാഗ്നറ്റിക് മൊമെൻറ്റം ആർ കാൾഡ് ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. എക്സാമ്പിളാണ് Fe3O4 അല്ലേ. ഇനി ഫെറി മാഗ്നറ്റിസം അറൈസസ് ഡ്യൂ ടു ദി അൺഈക്വൽ മൊമെൻറ്റ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ റിസൾട്ടിങ് ഇൻ സം നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ്. ഇപ്പം 3 മാഗ്നറ്റിക് അലൈൻമെൻറ്റ് ഇങ്ങോട്ടാണ്, 2 ഇങ്ങോട്ടാണ് അല്ലേ. അപ്പോൾ നെറ്റായിട്ട് 1 മാത്രമേ ഉണ്ടാവുള്ളൂ ഇങ്ങോട്ട് അല്ലേ. അപ്പോൾ ഇവർ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ അത്രയും മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കില്ല, എന്നാലോ ആൻറ്റി ഫെറോനേക്കാളും കൂടുതലായിട്ടായിരിക്കും ഇവർ കാണിക്കുക. ഓൺ ഹീറ്റിംഗ് ദി സബ്സ്റ്റൻസസ് ലോസ് ദർ മാഗ്നറ്റിസം ആൻഡ് കൺവേർട്ട് ഇൻ ടു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ചൂടാക്കിയാൽ എന്താണ്, ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് അവരുടെ മാഗ്നറ്റിസം ലോസ് ചെയ്യും, അവർ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഓക്കെ, ഇത്രയുമാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിഫെക്ട്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്, അതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. അതിൽ നമ്മൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൽ പാരാമാഗ്നറ്റിസവും അതുപോലെ ഡയാമാഗ്നറ്റിസവും ഫെറോ മാഗ്നറ്റിസവും ആൻറ്റി ഫെറോ മാഗ്നറ്റിസവും ഫെറി മാഗ്നറ്റിസവും ഡിസ്കസ് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.